ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പുൽക്കൂട് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമുക്ക് ആവശ്യ സാധനം ഒരു ബലൂണും കുറച്ച് കോട്ടൺ ത്രെഡും മതി. ഇത് വെച്ച് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഒരു കുഞ്ഞു പുൽക്കൂട് തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ ഈസിയാണ്. ഇങ്ങനെ ഇതാ ത്രെഡ് ബലൂണ് വീർപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി എടുക്കുക. നമുക്ക് എങ്ങനെ ചുറ്റിയാലും കുഴപ്പമില്ല. നല്ലപോലെ ഒരുപാട് ടൈറ്റ് ആക്കരുത്, എന്നാലും ഒരുവിധം ടൈറ്റിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നല്ലപോലെ ബലൂൺ കവർ ചെയ്തെടുക്കുക. അതിന് ശേഷം ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിമെൻറ്റും വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോളും കൂടി ചേർത്ത് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബലൂണിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിങ്ങനെ നല്ല സ്റ്റിഫായി നല്ലോണം കൂട്ടിച്ചേർന്ന് ഒട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അതൊരു 24 hours വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഡ്രൈ ആയി നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ആ ബലൂണ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബലൂൺ നല്ലപോലെ ആ ത്രെഡൊക്കെ നല്ലോണം ഉണങ്ങി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂൺ പൊട്ടിക്കാം. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ബലൂൺ പൊട്ടിച്ചെടുത്തു. കാരണം നമുക്ക് ആ ത്രെഡ് നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബലൂൺ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്കൊരു ബേസ് വേണം. അതിനായിട്ട് ഞാൻ ജ്വല്ലറി ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ജ്വല്ലറീസ് എന്നൊക്കെ കിട്ടുന്ന ചെറിയൊരു ബോക്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് ഞാനൊരു ഗ്രീൻ വെൽവെറ്റ് പേപ്പർ ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കുകയാണ്. ഗ്രീൻ കളർ വെൽവെറ്റ് പേപ്പറാണത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പുൽക്കൂടല്ലേ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഗുഹേര ഷേപ്പായിട്ടാണ് കിട്ടേണ്ടത്. അതിനായിട്ട് ഞാനിതാ ഈ ബലൂണിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പോർഷൻ മാത്രം റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് രൂപങ്ങളൊക്കെ അതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇതാ, അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു റൗണ്ട് പോർഷൻ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്കാണ് നമ്മളിനി രൂപങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഭംഗിയിൽ റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ആ പീസ് നമ്മൾ കളയണമൊന്നുമില്ല, അത് അതിനകത്തേക്ക് വെക്കുകയാണ് കണ്ടോ. വെച്ചു. ഇനി നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഗ്ലൂ ഗൺ എടുത്തു. ഞാൻ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഗ്ലൂ തേച്ച് നമുക്കതിങ്ങനെ ആ ബേസിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് കോട്ടൺ വെക്കുകയാണ്. ഇതൊരു ന്യൂജൻ പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോട്ടണൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേൽക്കൂരയായിട്ട് ഞാൻ ചെയ്യുന്നത് വാഴയില, ഡ്രൈ ആയിട്ടുള്ള വാഴയില എടുത്തിട്ടാണ് ഞാൻ മേൽക്കൂര ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വാഴയില ഇങ്ങനെ കട്ട് ചെയ്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് മേലെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടോ. ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ചെയ്യുന്നത് കുറച്ച് വുഡ് കാർവ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഈ കോട്ടൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വെക്കണം. അവിടെ ഉണ്ണീശോനെ കിടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം അങ്ങനെയാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ അതിലേക്കാണ് നമ്മുടെ ഉണ്ണീശോനെ കിടത്താൻ പോകുന്നത്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് കുഞ്ഞു രൂപങ്ങളുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഞാനിത് ദുബായിൽ നിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെയും വാങ്ങിക്കാൻ കിട്ടും കുഞ്ഞു സെറ്റായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ രൂപങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. ഇപ്പോൾ നമ്മുടെ പുൽക്കൂട് നോക്കി. അപ്പോൾ നമ്മുടെ പുൽക്കൂട് നല്ല ഭംഗിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കണ്ടോ, ഞാൻ ഇതിനകത്തേക്ക് ഒരു ബൾബൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. രാത്രി ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ബൾബൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും വലിയ പുൽക്കൂടൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞു പുൽക്കൂടെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. ഇനി ഞാൻ എൻ്റെ ക്രിസ്മസ് സെറ്റിങ്സ് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ വീട്ടിൽ ഞാൻ ട്രീ പോലെ ചെറുതായിട്ട് ബൾബ് വെച്ച് ചുമരുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഞാൻ നമ്മുടെ പുൽക്കൂടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ട്രീ അറേഞ്ച് ചെയ്യാനും അതുപോലെ വലിയ പുൽക്കൂടൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്കിതുപോലെയൊക്കെ ചെയ്ത് ക്രിസ്മസ് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഇതുവരെ കണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ആരും മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. സ്റ്റേ സേഫ് ആൻഡ് ബൈ.